السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനായ പരിശുദ്ധ ഇസ്ലാം എന്ന ഈ സത്യപാതയിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ മനസ്സിലാക്കിയത്. 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ധാരാളമായി ദുആ ചെയ്യുക എന്നതാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ നിരന്തരം അല്ലാഹുവിനോട് റബ്ബേ നീ ഈ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന ആശയം അടങ്ങുന്ന പ്രാർത്ഥനകൾ നമ്മൾ ധാരാളം വർദ്ധിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആൻ എന്ന അല്ലാഹുവിൻ്റെ കിതാബ്, അല്ലാഹുവിൻ്റെ കലാം, അതുമായി നമ്മുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുക. അതിൻ്റെ പാരായണം, അതിലെ ആയത്തുകളെക്കുറിച്ച് ചിന്തിക്കൽ, ഉറ്റാലോചിക്കൽ, അത് നമ്മെ റബ്ബിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കും. മൂന്നാമത്തെ കാര്യം, സൽക്കർമ്മങ്ങളിൽ മുഴുകുക. ഒരു സൽക്കർമ്മവും ഒരു നല്ല കാര്യവും നിസാരവൽക്കരിക്കാതെ സൽക്കർമ്മങ്ങളിൽ അഹോരാത്രം പരിശ്രമിച്ചാൽ അതിൻ്റെ ആളുകളായി തീരുകയും അത് മുഖേന അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ അത് സഹായിക്കുകയും ചെയ്യും. കാരണം അള്ളാഹു അത് നമ്മോട് വാഗ്ദാനം ചെയ്ത കാര്യമാണ്. ആര് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിച്ചുവോ അള്ളാഹു തആല അവന് മാർഗദർശനം നൽകും. മുഹ്സിനുകളുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിട്ടുണ്ട്. നാലാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ നബിമാരുടെ, അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സാലിഹീങ്ങളുടെ, നല്ല നല്ല ആളുകളുടെ, അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഔലിയാക്കന്മാരുടെ ചരിത്രം, അവർ കടന്നു വന്ന നാൾവഴികൾ, അവരുടെ ആ ചരിത്രം കേൾക്കുകയും പഠിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കും. കാരണം സഹോദരങ്ങളെ, നബിമാരുടെ ചരിത്രം എന്നത് അള്ളാഹു തആല അവസാനമായി അയച്ച നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതായി കാണാം. സൂറത്തു ഹൂദിൽ അള്ളാഹു പറഞ്ഞു, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക. നബിമാരുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം അള്ളാഹു പറയുകയാണ്, ഓ നബിയെ, മേൽപ്പറഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, അവരുടെ കഥകൾ താങ്കൾക്ക് നാം അറിയിച്ചു തന്നത് മാ നുസബ്ബിതു ബിഹി ഫുആദക, താങ്കളുടെ ഹൃദയത്തിന് സ്ഥൈര്യം ലഭിക്കുവാൻ വേണ്ടിയാണ്. ഹൃദയത്തിന് സ്ഥൈര്യം ലഭിക്കുവാൻ. കാരണം സഹോദരങ്ങളെ, നമുക്കറിയാം ദുനിയാവ് എന്നത് പരീക്ഷണമാണ്. പരീക്ഷണത്തിൻ്റെ കേന്ദ്രത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ വിട്ടൊഴിഞ്ഞു പോവുക എന്നതല്ല, റബ്ബിൻ്റെ ദീനിനെതിരായി പ്രവർത്തിക്കുക എന്നതല്ല, മറിച്ച് ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾ നേരിട്ട ആളുകൾ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളാണ്. നബിമാർ കടന്നുപോയ ചരിത്രം എന്നത് നിസാരമായ കാര്യമല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ, അള്ളാഹു ആദ്യമായി അയച്ച റസൂൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം
പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, പല സ്ഥലങ്ങളിലുമായി അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. 950 വർഷം, 1050 കുറവ് അദ്ദേഹം പ്രബോധനം നടത്തി. അദ്ദേഹത്തിന് പൂക്കളും പരവതാനികളും വിരിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് അദ്ദേഹത്തിന് ആക്ഷേപങ്ങളും ചീത്തവാക്കുകളും ഉപദ്രവങ്ങളുമാണ് നേരിടേണ്ടി വന്നത്. അവസാനം അദ്ദേഹത്തിന്റെ രക്തത്തിൽ പിറന്ന മകൻ, അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നില്ല. കൺമുന്നിൽ വെച്ച് മകൻ അള്ളാഹുവിന്റെ അദാബിൽപ്പെട്ട് മരിച്ചു പോകുന്നത് നേരിട്ട് കണ്ടു അദ്ദേഹം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വായിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രേരണ നമുക്ക് ലഭിക്കും. കാരണം അദ്ദേഹം പ്രബോധനം ചെയ്ത നാളുകൾ 950 വർഷങ്ങളാണ്. എത്രയാണ് ആ കാലഘട്ടം എന്നത്? നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ നാളുകളാണ്. ഈ ചുരുങ്ങിയ നാളുകളിലുള്ള പരീക്ഷണങ്ങളിൽ പതറിപ്പോവാതിരിക്കാൻ ആ ചരിത്രം നമ്മെ സഹായിക്കും. അദ്ദേഹം നേരിടേണ്ടി വന്ന ആ ചരിത്രങ്ങൾ, പരീക്ഷണങ്ങൾ, അത് നമ്മെ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കും. കാരണം നമുക്കൊന്നും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. നമുക്കൊന്നും അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ ഒരു പ്രയാസവും അൽഹംദുലില്ലാ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. അതാ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. അദ്ദേഹം ഒരു കുഞ്ഞിക്കാല് കാണുവാൻ വർഷങ്ങളോളം അള്ളാഹുവിനോട് ദുആ ചെയ്തു. എത്രത്തോളം അദ്ദേഹത്തിന്റെ തലമുടി നരച്ചു, എല്ലുകൾക്ക് ക്ഷയം ബാധിച്ചു. അദ്ദേഹം അള്ളാഹുവിനോട് പറഞ്ഞതെന്താണ്? വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യ, എന്റെ റബ്ബേ, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ദൗർഭാഗ്യവാനായിട്ടില്ല റബ്ബേ. അദ്ദേഹം വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് അള്ളാഹു ഒരു കുഞ്ഞിനെ നൽകുകയാണ്. അതുവരെ പേര് വെച്ചിട്ടില്ലാത്ത ഒരു നാമമുള്ള ഒരു നല്ല ഒരു കുഞ്ഞ്, യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ സബർ, അദ്ദേഹത്തിന്റെ ക്ഷമ, അതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം അത്ഭുതകരമാണ്. ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന് പിതാവ് നഷ്ടപ്പെടുകയാണ്. സഹോദരങ്ങളുടെ ഉപദ്രവങ്ങൾക്ക് അദ്ദേഹം വിധേയനാവുകയാണ്. ചരിത്രം നമുക്കറിയാം. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പിതാവിനെ കാണുന്നത്. പിതാവ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മറ്റൊരു പ്രവാചകനാണ്. അതുവരെ അതിനിടയിൽ അദ്ദേഹത്തിന് ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടായി. അദ്ദേഹം ക്ഷമയോടെ, സ്ഥൈര്യത്തോടെ, ധൈര്യത്തോടെ നിന്നു. പല രൂപത്തിലുള്ള പ്രലോഭനങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഒരാളും കാണാത്ത, ആരും കേൾക്കാനില്ലാത്ത ഒരു നാട്ടിലായിട്ട് പോലും സുന്ദരിയായ ഒരു സ്ത്രീ വ്യഭിചാരത്തിന് വിളിച്ചപ്പോൾ അദ്ദേഹം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ചരിത്രം നമുക്കറിയാം. ഒരുപാട് ഗുണപാഠങ്ങളുള്ള ഒരു ചരിത്രമാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. ഇതെല്ലാം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നാൽ അവിടുത്തെ ചരിത്രം അത്ഭുതകരമാണ്. അവിടുത്തേക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട് മക്ക. ആ നാട് വിട്ട് അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. അദ്ദേഹം ആദ്യമായി വഹി ലഭിച്ചതിന് ശേഷം ഖദീജ റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിൽപ്പെട്ട പഴയകാലത്തെ ഗ്രന്ഥങ്ങൾ പഠിച്ചു പരിചയമുള്ള വറഖത്ത് ഇബ്നു നൗഫൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ പോയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് വഹിയാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്ന നാമൂസ് അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. എന്നിട്ട് അദ്ദേഹം ഒരു വാക്കും കൂടി പറഞ്ഞു, ഈ വഹി ലഭിച്ച എല്ലാവരും തങ്ങളുടെ സമൂഹത്താൽ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടെ ചോദിച്ചു എന്നാണ്, എന്റെ സമൂഹം, എന്റെ നാട്ടുകാർ എന്നെ ഉപദ്രവിക്കുകയോ? നോക്കൂ നിങ്ങൾ, അതിനുശേഷമുണ്ടായ സംഭവങ്ങൾ എത്രയാണ്. അമ്പിയാക്കളാണ് ഏറ്റവും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അശദ്ദുൽ ബലാ അൽ അംബിയ, ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നവർ നബിമാരാണ്. സുമ്മൽ അംസൽ ഫൽ അംസൽ,
അതിനുശേഷം അവരുടെ ആദർശം പിൻപറ്റിയ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ. അപ്പൊ നോക്കൂ, നബിമാരുടെ ചരിത്രം അള്ളാഹു ഓർമ്മപ്പെടുത്തിയതുപോലെ ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് നബിമാരുടെ ചരിത്രത്തിൽ ഗുണപാഠങ്ങളുണ്ട്. ചിന്തിക്കാൻ മാത്രമുള്ള പാഠങ്ങൾ പ്രവാചകന്മാരുടെ ചരിത്രത്തിലുണ്ട്. മാ കാന ഹദീസൻ യുഫ്തറ, അത് കേവലം കെട്ടിച്ചമച്ച വല്ല കഥകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ല, മറിച്ച് നടന്നതാണ്, ഉണ്ടായ ചരിത്ര സംഭവമാണ്. അത് അള്ളാഹു അറിയിച്ചു കൊടുത്തത് നേരത്തെ നമ്മൾ കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത് താങ്കളുടെ ഹൃദയത്തിന് സ്ഥൈര്യം ലഭിക്കുവാൻ വേണ്ടിയാണ് എന്നാണ്. അത് നമുക്കും ബാധകമാണ്. ഇങ്ങനെയുള്ള നബിമാരുടെ ചരിത്രങ്ങൾ നമ്മെ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കും. നമ്മൾ വായിക്കണം, നമ്മൾ കേൾക്കണം, നമ്മൾ പഠിക്കണം. ശരിയായ സ്രോതസ്സിലൂടെ വന്ന ചരിത്രങ്ങൾ നമ്മൾ വായിക്കണം. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ചരിത്രം നമുക്കറിയാം. ബിലാൽ റളിയല്ലാഹു അൻഹു എത്രയാണ് അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടത്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു എത്രയാണ് പീഡിപ്പിക്കപ്പെട്ടത്. അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചതിന്റെ പേരിലാണ്. പ്രയാസം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചു എന്നാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹായം ചോദിക്കുന്നില്ലേ? അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞ മറുപടി സഹോദരങ്ങളെ അത്ഭുതകരമാണ്. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പ് ചില ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരിൽ ഒരാളെ അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ നേരെ 2 കഷ്ണങ്ങളാക്കി എന്ന് കാണാം. പക്ഷെ അവർ അള്ളാഹുവിന്റെ ദീൻ വിട്ടൊഴിഞ്ഞു പോയില്ല. ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് എല്ലുകളിൽ നിന്ന് തൊലി ഇങ്ങനെ വാർന്നെടുത്തു എന്ന് കാണാം. പക്ഷെ അവർ അള്ളാഹുവിന്റെ ദീനിൽ നിന്നും പുറത്തേക്ക് പോയില്ല, അതിൽ ഉറച്ചു നിന്നു. കാരണം അത് ദുനിയാവിലെ പരീക്ഷണമാണ് എന്നവർ മനസ്സിലാക്കി. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങൾ, ഇമാമുസുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ്, അദ്ദേഹം ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നു പറഞ്ഞവർക്കെതിരെ നിന്നതിന്റെ പേരിൽ അദ്ദേഹം എത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടു. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, സൃഷ്ടിയല്ല, അള്ളാഹുവിന്റെ സംസാരമാണ് എന്നതാണ് അള്ളാഹു പഠിപ്പിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിനെതിരായി അത് സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ ആളുകൾക്കെതിരിൽ അദ്ദേഹം നിലകൊണ്ടു. ഒരു നിലക്കും അവരുടെ വാദത്തിന് അദ്ദേഹം വഴങ്ങാതിരുന്നപ്പോൾ അദ്ദേഹത്തെ ചാട്ടവാറ് കൊണ്ടടിച്ചു എന്ന് നമുക്ക് കാണാം. ബഗ്ദാദിലെ നഗരങ്ങളിൽ ചിലപ്പോൾ ചില അലർച്ച ഒച്ച കേൾക്കാമായിരുന്നു. ചോദിക്കപ്പെട്ടപ്പോൾ ചില ആളുകൾ പറഞ്ഞു കൊടുത്തു, അത് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലക്ക് അടികിട്ടുന്നതാണ് എന്ന്. അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി. ദർസെടുക്കാനോ ഹദീസ് പറഞ്ഞു കൊടുക്കാനോ ആളുകൾക്ക് ഇൽമെത്തിച്ചു കൊടുക്കാനോ പാടില്ല എന്ന തിട്ടൂരം പുറപ്പെടുവിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. അവരുടെ ചരിത്രങ്ങൾ നമ്മെ അള്ളാഹുവിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തും. കാരണം സഹോദരങ്ങളെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ ദീനിൽ പ്രവേശിക്കാൻ സാധിക്കുക എന്നത്, മുസ്ലിമാവാൻ സാധിക്കുക എന്നുള്ളത് നമ്മൾ അള്ളാഹുവിന് ചെയ്തു കൊടുത്ത എന്തെങ്കിലും കാര്യമല്ല, മറിച്ച് അള്ളാഹു നമുക്ക് നൽകിയ അള്ളാഹുവിന്റെ ഔദാര്യമാണ്. റബ്ബ് നമുക്ക് നൽകിയ ഔദാര്യമാണിത്. ഈ ദീൻ അതാണ് നമ്മുടെ പരലോകം രക്ഷപ്പെടുത്തുന്നത്. ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ, നാളെ അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് നിൽക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അവിടെ നമ്മെ രക്ഷപ്പെടുത്തുക നമ്മുടെ ദീനാണ്. ഈ പറഞ്ഞ സത്യപാതയാണ്, ഈ ആദർശമാണ്. അത് അള്ളാഹുവിൽ നിന്ന് നമുക്ക് കിട്ടിയ റബ്ബിന്റെ ഔദാര്യമാണ്. അതിൽ ഉറച്ചു നിൽക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതിനാണ് അള്ളാഹു നമുക്കിത്തരം ചരിത്ര സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടി തന്നിട്ടുള്ളത്. അത് നമുക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓതിത്തന്നു. മുൻഗാമികളുടെ ചരിത്രങ്ങൾ വീണ്ടും പ്രവാചകന്മാർക്ക് ശേഷം നമ്മൾ കേൾക്കുകയാണ്. ആ ഒരു മാർഗം പിൻപറ്റിയാൽ, അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ചാൽ, അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിലകൊണ്ടാൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. ആ സമയത്ത് നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നത് നമ്മുടെ കാലിടറാതെ പതറാതെ ഇത്തരം പുകമറകൾക്കിടയിൽ ആർത്തിരമ്പ് വരുന്ന കുഫറിന്റെ, ശിർക്കിന്റെ, അന്ധവിശ്വാസത്തിന്റെ ഇരുട്ടുകൾക്ക് മുന്നിൽ പകച്ചു പോവാതിരിക്കാൻ നമുക്ക് മുന്നേ കടന്നുപോയ അമ്പിയാക്കളുടെ ചരിത്രം നമുക്ക് സ്ഥൈര്യം നൽകും.
മുൻഗാമികളുടെ ചരിത്രം അതാണ്. അത്തരം ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കും. കാരണം നമുക്ക് കിട്ടുന്നതൊന്നും ഒരു പരീക്ഷണമേ അല്ല. നമുക്കൊന്നും ഒരു പരീക്ഷണം ഉണ്ടായിട്ടില്ല. അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ, മുസ്ലിമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരത്തറിന്റെ മണം പോലും നമുക്ക് കുറഞ്ഞിട്ടില്ല. നമ്മുടെ ഇസ്തിരി ഒന്ന് ചുളിഞ്ഞിട്ടില്ല. നമ്മളൊന്ന് നമ്മിലേക്ക് നോക്കൂ. നമ്മളാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവും ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവും പ്രവേശിച്ച ആ സ്വർഗത്തിനു വേണ്ടി റബ്ബിനോട് ചോദിക്കുന്നത്. ചിന്തിക്കണം നമ്മൾ, എന്തു പരീക്ഷണങ്ങളാണ് നമുക്കുണ്ടായിട്ടുള്ളത്. എന്നാലും ആളുകൾ ചോദിക്കും, എന്ത് നമുക്ക് മാത്രം ഇങ്ങനെ, എന്ത് നമ്മൾ മാത്രം ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്നു? എവിടെയാണ് സഹോദരങ്ങളെ പരീക്ഷണങ്ങൾ ഉണ്ടായത്? അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലൂടെ ചോദിച്ചില്ലേ, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, അങ്ങനെ അങ്ങ് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് വന്നു ഭവിച്ചതുപോലെയൊന്നും ഒരു പരീക്ഷണവും വരാതെ അങ്ങനെ അങ്ങ് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? മസ്സത്ഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു, അവർക്ക് പ്രയാസങ്ങളുണ്ടായി, ബുദ്ധിമുട്ടുകളുണ്ടായി, അവരെ പല രൂപത്തിലുള്ള മുസീബത്തുകളും പിടികൂടി. വസുൽസിലു, ശത്രുക്കളാൽ അവർ വിറപ്പിക്കപ്പെട്ടു. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്, അവരിലെ പ്രവാചകനും വിശ്വസിച്ച ഈമാനുള്ള ആളുകളും മുഅ്മിനുകളും ചോദിക്കുന്നത് വരെ എന്താണ് അവർ ചോദിച്ചത്? മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം എവിടെ, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ് നമുക്ക് കിട്ടുക എന്നവർ ചോദിക്കുകയുണ്ടായി. അതിനു മാത്രം അവർ പരീക്ഷിക്കപ്പെട്ടു എന്നാണ്. അല്ലാഹു പറയുന്നു, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം അടുത്തു തന്നെയുണ്ട് എന്ന് നിങ്ങൾ അറിയുക. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ നബിമാരുടെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ, സഹാബത്തിന്റെ, ഈ ഉമ്മത്തിലെ നല്ലവരായ മഹാന്മാരായ ഇമാമിങ്ങളുടെ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. അത് നമ്മെ അല്ലാഹുവിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തും എന്നാണ്. അഞ്ചാമത്തെ കാര്യം, അല്ലാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മെ നാശത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിൽ നിന്നെല്ലാം, അതിന്റെ എല്ലാം വാതിലുകൾ നമ്മൾ കൊട്ടിയടക്കണം. ഒരുപാട് വാതിലുകളുണ്ട്. നമ്മുടെ കണ്ണും കാതും പ്രധാനപ്പെട്ട രണ്ട് വഴികളാണ്. നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മൾ കേൾക്കുന്ന പല സംഭവങ്ങളും പല കാര്യങ്ങളും നമ്മെ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് തെറ്റിച്ചു കളയും. അത്തരത്തിലുള്ള ഹലാക്കിലേക്കുള്ള, നാശത്തിലേക്കുള്ള വാതിലുകൾ നമ്മൾ കൊട്ടിയടച്ചിരിക്കണം. ഹറാമിന്റെ മാർഗങ്ങൾ, ഹറാമിന്റെ കേന്ദ്രങ്ങൾ, അതിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, ഈ കാലത്ത് നമ്മുടെ കയ്യിലുള്ള ഉപകരണം, അതിൽ നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ്. നമ്മുടെ കണ്ണും നമ്മുടെ കാതും, രണ്ട് മാർഗങ്ങൾ നിരന്തരം നമ്മൾ തുറന്നു വെക്കുന്നത് ഇതിന്റെ മുന്നിലാണ്. ഇത് നല്ലതിനും ഉപയോഗിക്കാം, അല്ലാത്തതിനും ഉപയോഗിക്കാം. നമ്മൾ കാണുന്ന പല കാഴ്ചകളുമാണ് പിന്നീട് നമ്മെ നാശത്തിലേക്ക് നയിച്ചു കൊണ്ടുപോവുക. കാരണം കണ്ണ് എന്നത്, നോട്ടം എന്നത്, നമ്മുടെ മുൻഗാമികൾ പറഞ്ഞതുപോലെ ആ നോട്ടം നമ്മുടെ ഹൃദയത്തിലേക്ക് പതിക്കും. അനാവശ്യമായ കാഴ്ചകൾ പിന്നീട് ഇടക്കിടക്ക് പുറത്തേക്ക് വരും. നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ അത് കടന്നു വരും. നമ്മുടെ മനസ്സിന് ഇളക്കമുണ്ടാക്കും, ചാഞ്ചാട്ടമുണ്ടാക്കും. ഹറാമിലേക്ക്, മോശമായ കാര്യത്തിലേക്ക് പതിയെ പതിയെ നമ്മൾ തെന്നി വീഴാൻ സാധ്യതയുണ്ട്. കാരണം നമ്മിൽ പലർക്കും വലിയൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഹറാമിന്റെ മാർഗങ്ങളിലൂടെ ജീവിച്ചു പോന്ന വലിയൊരു കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് അല്ലാഹുവിന്റെ തൗഫീഖിനാൽ ദീനിലേക്ക്, യഥാർത്ഥ ഇസ്ലാമിന്റെ സത്യപാത മനസ്സിലാക്കിയവരാണ്. ജാഹിലിയത്ത് നമ്മുടെ തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. ഏത് സമയത്തും നമ്മെ കിട്ടിയാൽ അതിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കേൾവിയും, ഈ കേൾവി നമ്മുടെ ഹൃദയത്തിൽ ചെന്ന് പതിക്കും. പിന്നീട് ഇടക്കിടക്ക് ഇങ്ങനെ കാതിന്റെ അടുത്ത് നിന്ന് കുറുകും, അത് നാവിലൂടെ പുറത്തേക്ക് വരും. അങ്ങനെയാണ് പല രൂപത്തിലുള്ള കുഫറിലേക്കും നിഷേധത്തിലേക്കും അള്ളാഹുവിന്റെ മസ്ജിദിൽ വന്ന് നിസ്കരിച്ച ആളുകൾ പോലും പിന്നീട് എത്തിച്ചേർന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.
അതുകൊണ്ട് അത്തരത്തിലുള്ള എന്തൊക്കെ മാർഗങ്ങളുണ്ടോ, വഴികളുണ്ടോ, വാതിലുകളുണ്ടോ അത് നമ്മൾ കൊട്ടിയടക്കണം. നമ്മുടെ സ്വന്തം കാര്യത്തിലായാലും, നമ്മുടെ ഭാര്യമാരുടെ കാര്യത്തിലായാലും, നമ്മുടെ മക്കളുടെ കാര്യത്തിലായാലും നമ്മൾ ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിക്കാതിരുന്നാൽ നേരെ ഈ സാധനം എടുത്ത് കൊടുക്കരുത്. തുടക്കത്തിൽ വെച്ചു കൊടുക്കുക ഖുർആൻ പോലെയുള്ള എന്തെങ്കിലും ആയിരിക്കും. പിന്നീട് അവർ സ്വന്തമായിട്ട് പലതും കാണും. പിന്നീട് കുട്ടികൾ പലതും കണ്ട് അവരുടെ കണ്ണും കാതും കേടുവരും. പിന്നീട് അതിൻ്റെ ആളുകളായി മാറും. അപ്പോഴേക്കും നമ്മുടെ കൈകളിൽ നിന്ന് പോയിട്ടുണ്ടാകും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കൊണ്ടുപോവാൻ ഇത്തരം കാര്യങ്ങൾ വലിയ കാരണമാണ്. ഈ പറഞ്ഞ ഉപകരണം, ഈ വാതിൽ, ഈ വഴി എത്രയോ നല്ല നല്ല മക്കളെ, പെൺമക്കളെ, ആൺമക്കളെ നശിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകം ഇവിടെ എടുത്തു പറയേണ്ടതില്ല, നമുക്ക് അറിയാവുന്നതാണ്. ഇന്ന് വ്യാപകമായി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. യുവാക്കളും യുവതികളും നശിച്ചതിന്റെ പിന്നിൽ, അവർ പല ഹറാമിലേക്കും ചെന്നു പതിച്ചതിന്റെ പിന്നിൽ, പല അവിഹിത ബന്ധങ്ങളിലേക്കും എത്തിയതിന്റെ പിന്നിൽ ഇതിന് വലിയ പങ്കുണ്ട്. ഇത് വാങ്ങിച്ചു കൊടുത്തവരും അവർക്ക് സ്വകാര്യമായി ഉപയോഗിക്കാൻ അവസരമുണ്ടാക്കിയവരും റബ്ബിന്റെ മുന്നിൽ നാളെ മറുപടി പറയേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയില്ലേ? മുഅ്മിനുകളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ, നിങ്ങളുടെ കുടുംബത്തെ നരകത്തിൽ നിന്നും കാത്തുകൊള്ളുക. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാം, അദ്ദിബൂഹും വഅല്ലിമൂഹും, അവർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. ഇത് രണ്ടും കൊടുക്കേണ്ടതാണ് നമുക്കും നമ്മുടെ കുടുംബത്തിനും. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അത്തരം വാതിലുകൾ കൊട്ടിയടക്കുക. അതിലേക്ക് പോകുന്ന എല്ലാ കാര്യങ്ങളും, ഹറാമിന്റെ ഏതൊക്കെ വാതിലുകളുണ്ടോ, ഹറാമിന്റെ വാതിലുകൾ എന്നത് ധാരാളക്കണക്കിനാണ്. ധാരാളക്കണക്കിന് വാതിലുകളുണ്ട്. ആ വാതിലുകളെല്ലാം കൊട്ടിയടക്കണം. എങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കും. ആറാമത്തെ കാര്യം, നല്ല കൂട്ടുകാരെ സ്വീകരിക്കുക, നല്ല കൂട്ടുകെട്ട് ഉണ്ടാക്കുക എന്നത് അള്ളാഹുവിന്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അയാളുടെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ ഞാൻ ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത് എന്ന് പരിശോധിച്ചു കൊള്ളട്ടെ. കൂട്ടുകെട്ട് സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു കാര്യമാണ്. ആരോടൊപ്പം കൂട്ടുകൂടുന്നു എന്നത് നമ്മൾ ചിന്തിക്കണം. ദീനിനോ ദുനിയാവിനോ ഉപകാരമില്ലാത്ത ഒരു കൂട്ടുകെട്ട് നമുക്കുണ്ടാവാൻ പാടില്ല. ഒരുവന്റെ കൂട്ടുകാരൻ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് ചില മുൻഗാമികൾ പറഞ്ഞത്, ഒരാളെ വിലയിരുത്താൻ അയാളുടെ കൂട്ടുകെട്ടിലേക്ക് നോക്കിയാൽ മതി. ആരോടൊപ്പമാണ് അവൻ കൂട്ടുകൂടുന്നത് എന്ന് നോക്കിയാൽ മനസ്സിലാകും അവന്റെ അവസ്ഥ എന്താണ്. അങ്ങനെ വെറുതെ ഒരാൾ മറ്റൊരാളോടൊപ്പം കൂട്ടുകൂടുകയില്ല. ഈ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ തന്നെ നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് നമുക്കൊരാളോട് അടുപ്പം തോന്നുന്നത്, എന്തുകൊണ്ടാണ് ഒരാളോടൊപ്പം നമുക്ക് കൂട്ടുകൂടാൻ സാധിക്കുന്നത് എന്നതിന്റെ പിന്നിൽ വലിയ ഹിക്മത്തുണ്ട്. അയാളിലുള്ള എന്തെങ്കിലും ഒന്ന് നമ്മിലുണ്ടാകും, നമ്മിലുള്ള എന്തെങ്കിലും അയാളിലുണ്ടാകും. അത്തരം ആളുകളുമായിട്ട് മാത്രമേ നമുക്ക് അടുപ്പമുണ്ടാവുകയുള്ളൂ. അപ്പൊ പിന്നെ കൂട്ടുകാരായി നടക്കുമ്പോൾ എന്തായാലും പല കാര്യങ്ങളും ഉണ്ടാകും. എത്രത്തോളം എന്ന് വെച്ചാൽ ദീൻ തന്നെ മാറിപ്പോകുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് വലിച്ചു 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 പതിയെ 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 കൊണ്ടുപോകുന്ന എത്രയെത്ര അവസ്ഥകൾ നമ്മൾ കണ്ടു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. നല്ല 5 നേരം നിസ്കരിച്ച മസ്ജിദുകളിൽ വന്നിരുന്ന മക്കൾ കുറച്ചു കാലം കഴിഞ്ഞാൽ അവന് സ്വയം തോന്നുകയാണ് അവൻ നിരീശ്വരവാദിയാണ്. അവൻ പിന്നെ പറയുകയാണ് അവൻ ആണല്ല പെണ്ണാണ്. ആണ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പറയാണ് ഞാൻ പെണ്ണാണ്, പെണ്ണ് പറയാണ് ഞാൻ ആണാണ്. കൂട്ടുകെട്ടിന്റെ സ്വാധീനമാണ്, കൂട്ടുകെട്ടിന്റെ സ്വാധീനമാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഓർക്കണം, നമ്മൾ ചോദിക്കണം, മോനെ നീ ആരോടൊപ്പം കൂട്ടുകൂടുന്നു, മോളെ നീ ആരോടൊപ്പം കൂട്ടുകൂടുന്നു, ആരാണ് നിന്റെ കൂട്ടുകാർ? നമുക്കൊന്നും അറിയില്ല. അങ്ങനെ പോവും, തിരിച്ചു വരും. മോൻ ആരപ്പരോ പോകുന്നു, ആരോ വന്ന് ഓണടിക്കുന്നു, പിന്നിലിരിക്കുന്നു, പോകുന്നു, രാത്രിയാകുമ്പോൾ മോന്റെ സമയം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അല്ല, നാളെ റബ്ബ് ചോദ്യം ചെയ്യും. മക്കൾക്ക് എന്ത് കൊടുത്തു, എന്ത് പഠിപ്പിച്ചു,
തിരിച്ചു മക്കൾ നിങ്ങൾക്കെന്ത് ചെയ്തു എന്ന് ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുന്നേ ആദ്യം മാതാപിതാക്കളോടാണ് ചോദിക്കുക, നിങ്ങൾ അവർക്ക് എന്ത് കൊടുത്തു? മനസ്സിലായോ? മക്കളോട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്തതിനെക്കുറിച്ച് ചോദിക്കുന്നതിന് മുന്നേ മാതാപിതാക്കളോട് ആദ്യം ചോദിക്കും, നിങ്ങൾ ഈ മക്കൾക്ക് എന്ത് നൽകി? ഞാൻ മറുപടി പറയേണ്ടി വരും. നമുക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്താൻ ദുനിയാവിൽ പറ്റും, പരലോകത്ത് പറ്റുകയില്ല. അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടുണ്ടാക്കി കൊടുക്കണം. നമ്മൾ ശ്രദ്ധിക്കണം ആരോടൊപ്പം പോകുന്നു, ആരുമായി കൂട്ടുകൂടുന്നു. ഇന്നത് നോക്കാതെ നിന്നാൽ ഫേസ്ബുക്കിൽ 5000 ആൾക്കാരുണ്ടാവും, ഇൻസ്റ്റഗ്രാമിൽ അതിനേക്കാൾ ആൾക്കാരുണ്ടാവും. ഇതൊക്കെ ആരാണ് ഉണ്ടാക്കി കൊടുത്തത്? ആരാണ് ഈ അക്കൗണ്ട് തുറക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്? ആരാണ് അവർക്ക് ഇന്റർനെറ്റും സ്വകാര്യ മുറികളും കൊടുത്തത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇത്തരം ദുരവസ്ഥകൾ നമ്മുടെ വീടിന്റെ വാതിൽപ്പടി ചവിട്ടരുത്. പിന്നീട് വിലപിച്ചിട്ടോ ഖേദിച്ചിട്ടോ കാര്യമില്ല. നേരത്തെ നമ്മൾ മുൻകരുതലെടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദിബൂഹും വഅല്ലിമൂഹും, അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുക, അവർ അള്ളാഹുവിന്റെ ദീനി തർബീയത്തിൽ വളർത്തിക്കൊണ്ടുവരിക, നല്ല കൂട്ടുകെട്ടുണ്ടാക്കി കൊടുക്കുക. നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇന്ന ആളുകളുമായി കൂട്ടുകൂടണം, കൂട്ടുകെട്ട് മോശമാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനോഹരമായ ഉദാഹരണം നമുക്ക് കാണാം. മസലുൽ ജലീസി സ്സാലിഹി വസ്സൂ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ. നല്ല കൂട്ടുകാരന്റെയും ചീത്ത കൂട്ടുകാരന്റെയും ഉദാഹരണം കസ്തൂരി ചുമക്കുന്ന സുഗന്ധ വിൽപ്പനക്കാരന്റെയും ഉലയിലൂതുന്ന കൊല്ലന്റെയും ഉദാഹരണമാണ്. 2 തരം ആളുകളെ കുറിച്ച് അവിടെ പറഞ്ഞു. കസ്തൂരി ചുമക്കുന്നവൻ, സുഗന്ധദ്രവ്യം വിൽക്കുന്നവൻ. രണ്ടാമത്തേത് ഉലയിലൂതുന്ന കൊല്ലൻ. ഈ 2 പേരുടെ ഉദാഹരണമാണ് നല്ല കൂട്ടുകാരനും ചീത്ത കൂട്ടുകാരനും ഉള്ളത്. ഫഹാമിലുൽ മിസ്ക്, സുഗന്ധം വിൽക്കുന്ന കസ്തൂരി ചുമക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇമ്മ അൻ യുഹ്ദിയക വഇമ്മ അൻ തബ്തഅ മിൻഹു വഇമ്മ അൻ തജിദ മിൻഹു റീഹൻ തയ്യിബ. ഒന്നല്ലെങ്കിൽ അവൻ നിനക്ക് വെറുതെ തരും, ഹദിയായിട്ട് തരും. അതല്ലെങ്കിൽ നിനക്ക് കാശ് കൊടുത്ത് അവനിൽ നിന്നും വാങ്ങാം, നല്ല മണം, നല്ല സുഗന്ധം. അതുമല്ലെങ്കിൽ അവന്റെ അടുത്ത് പോയി നിന്നാൽ തന്നെ നിനക്ക് നല്ല സുഗന്ധം കിട്ടും. ഇത് നല്ല കൂട്ടുകാരനുള്ള ഉദാഹരണമാണ്. എത്ര മനോഹരമാണ്, നിങ്ങൾ നോക്കണം. നല്ല കൂട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒന്നല്ലെങ്കിൽ നല്ലത് നിനക്ക് പറഞ്ഞു തരും, നീ ചോദിക്കണമെന്നില്ല. നിന്റെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നിനക്ക് നല്ല ഉപദേശങ്ങൾ നൽകും. നല്ലത് മാത്രമേ അവന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരികയുള്ളൂ. നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ നിന്നോട് അവൻ പറയുകയുള്ളൂ. അതല്ലെങ്കിൽ നിനക്ക് അവനോട് ചോദിക്കാം, അതെന്താണ്, അതെങ്ങനെയാണ്, അതെങ്ങനെയാണോ, ഞാനിങ്ങനെ ചെയ്തോട്ടെ, ഇങ്ങനെ ചെയ്താൽ നിനക്കെന്താണ് അഭിപ്രായം എന്നിങ്ങനെ അവനോട് അഭിപ്രായം ചോദിക്കാം. അവനോട് അങ്ങോട്ട് ചോദിച്ച് നിനക്കൊരു തീരുമാനത്തിലെത്താം. അങ്ങനെ വല്ലതും നിനക്ക് ഉപകാരപ്പെടുത്താം. അതല്ലെങ്കിൽ അവന്റെ അടുത്ത് ചെന്ന് നിന്നാൽ മതി. അവന്റെ നല്ല നല്ല കാര്യങ്ങൾ, നല്ല സംസാരങ്ങൾ, നല്ല സ്വഭാവങ്ങൾ, നല്ല ശീലങ്ങൾ നിനക്ക് കണ്ടുപഠിക്കാം. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വനാഫിഖുൽ കീർ, ഉലയിലൂതുന്ന കൊല്ലന്റെ ഉദാഹരണമാണ് ചീത്ത കൂട്ടുകാരന്റെ ഉദാഹരണം. ഇമ്മ അൻ യുഹ്രിഖ സിയാബക്, അവന്റെ അടുത്ത് ചെന്ന് നിന്നാൽ അവൻ ഉലയിലിങ്ങനെ ഊതുമ്പോൾ അതിന്റെ തീപ്പൊരി തെറിച്ച് നിന്റെ വസ്ത്രം കത്തും, നിന്റെ വസ്ത്രത്തിന് തീപ്പൊരി പാറും. വഇമ്മ അൻ തജിദ റീഹൻ ഖബീസ, അതല്ലെങ്കിൽ നീ അവന്റെ അടുത്ത് നിന്നാൽ അവന്റെ വിയർപ്പും നാറ്റവും നിനക്ക് മണക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്, എത്ര സത്യമാണ്. ചീത്ത കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. അവന്റെ അടുത്ത് നിന്നാൽ തന്നെ നിന്റെ വസ്ത്രത്തിന് തീപ്പൊരി പാറും. കാരണം അവന്റെ നാവിൽ നിന്ന് വരിക അത്തരം കാര്യങ്ങളായിരിക്കും. പേര് വിളിക്കുന്നതിന് പകരം ചീത്തയായിരിക്കും. എന്തെങ്കിലും ഒരു വിഷയം സംസാരിക്കുമ്പോൾ തെറിയായിരിക്കും, കുഫറും അങ്ങനെയുള്ള കാര്യങ്ങളുമായിരിക്കും, നിഷേധവുമായിരിക്കും നാവിൽ നിന്ന് പുറത്തേക്ക് വരിക. അവന്റെ അടുത്ത് നിന്നാൽ തന്നെ അവന്റെ ഇതുപോലെ ദുർഗന്ധം വമിക്കുന്ന പല കാര്യങ്ങളുമാണ് അവന്റെ നാവിലൂടെ പുറത്തേക്ക് വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് 2 കൂട്ടുകാരുടെ ഉദാഹരണം. സഹോദരങ്ങളെ, ഇത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കൂട്ടുകെട്ട് നമ്മൾ നന്നാക്കിയില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പതിയെ പതിയെ പിന്നോട്ടടിക്കും. യാതൊരു സംശയവും വേണ്ടതില്ല.
എത്രയോ ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് കാണാം. നമ്മുടെ കാര്യം, നമ്മുടെ ഭാര്യയുടെ കാര്യം, നമ്മുടെ മക്കളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ വിഷയത്തിൽ ആരോടൊപ്പം കൂട്ടുകൂടുന്നു, ആരുമായി സഹവസിക്കുന്നു, ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കണം. പഴയ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞ് ചെന്നിരുന്ന പല ആളുകളും ആ പഴയ കൂട്ടുകെട്ടിലേക്ക് തിരിച്ചുപോയത് നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജാഹിലിയത്ത് കഴിഞ്ഞിട്ടാണ് നമ്മിൽ പലരും ഇവിടെ എത്തിയത്. എന്നിട്ട് പഴയ ബന്ധം സ്ഥാപിക്കാൻ പോയ പല ആളുകളും അതിനേക്കാൾ അപ്പുറത്തേക്ക് എത്തിയ അവസ്ഥ നമുക്ക് കാണാം. ഇത് വെറുതെ പറയുകയല്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ ദീനിൽ പ്രവേശിച്ച് പിന്നീട് തിരിച്ച് ജാഹിലിയത്തിലേക്ക് പോയാൽ അവിടെ നിൽക്കുകയില്ല. എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ നിൽക്കുകയില്ല, അതിന്റെ അപ്പുറത്തെത്തും. അതിന്റെ അപ്പുറത്തേക്ക് എത്തുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകെട്ട് അത് പതിയെ പതിയെ ആദ്യം പറയും, നീ കുടിക്കൊന്നും വേണ്ട, അവിടെ ഇരുന്നാൽ മതി, നിനക്ക് നിന്റെ കാര്യം, നീ നല്ല ആളാണെന്ന് നമുക്കറിയാം, നീ വലിക്കരുത്, നീ വലിക്കണ്ട. പിന്നീട് പതിയെ പതിയെ അവനെ അതിലേക്ക് ആകർഷിപ്പിക്കും. അതിലേക്ക് ആകർഷിപ്പിച്ച് പഴയതിനേക്കാൾ അപ്പുറത്തേക്ക് എത്തിക്കും. സുബ്ഹാനല്ലാഹ്, എത്രയോ സംഭവങ്ങൾ സഹോദരങ്ങളെ നമുക്ക് കാണാം. വളരെ ഗൗരവമാണ് ഈ വിഷയം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ, നമ്മുടെ കൂട്ടുകെട്ട് നന്നാക്കിയിരിക്കണം. കൂട്ടുകെട്ട്, നമ്മുടെ ഇരുത്തം, നമ്മുടെ സഹവാസം നമ്മൾ ശ്രദ്ധിക്കണം. വഴിയുടെ മൂലയിലും റോഡരികിലും ക്ലബ്ബുകളിലും പോയിരിക്കുക എന്നത് നമുക്ക് അനുയോജ്യമല്ല. നമ്മുടെ സമയത്തെക്കുറിച്ച് നാളെ അള്ളാഹു നമ്മോട് ചോദിക്കും. മഗ്രിബിന് ശേഷവും ഇശാഇന് ശേഷവും വൈകുന്നേരവും പോയി ക്ലബ്ബിലിരിക്കുക, എന്നിട്ട് അവിടെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നത് തുടക്കത്തിൽ ഒരുപക്ഷെ നമുക്ക് ബാങ്ക് കേട്ടാൽ മസ്ജിദിലേക്കൊക്കെ വരാൻ സാധിച്ചെങ്കിലും പിന്നീട് പതിയെ പതിയെ പിന്നോട്ടടിക്കും. അങ്ങനെ അടിച്ച സംഭവങ്ങളുണ്ട്, ധാരാളക്കണക്കിനുണ്ട്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏഴാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും അറിയുക, നല്ല ജാഗ്രതയിൽ ഇരിക്കുക. അള്ളാഹുവിന്റെ ദീനിൽ നിന്നും നമ്മെ തെറ്റിച്ചു കളയാൻ, ദീനിൽ സ്ഥൈര്യം ലഭിക്കുന്നത് ഇല്ലാതാക്കാൻ അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരു ശത്രു നമുക്കുണ്ട്. മനസ്സിലായോ? അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നമ്മെ പിന്നോട്ടടിപ്പിക്കാൻ, നമ്മുടെ നാശം മാത്രം ആഗ്രഹിക്കുന്ന ഒരു ശത്രു നമുക്കുണ്ട്. നമ്മൾ അവനെ തൊട്ട് അശ്രദ്ധയിലായാലും അവൻ നമ്മെ തൊട്ട് അശ്രദ്ധയിലാവുകയില്ല. ആരാണ്? പിശാചാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. തീർച്ചയായും പിശാച് നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവനെ പ്രത്യക്ഷ ശത്രുവായി തന്നെ സ്വീകരിക്കുക. അള്ളാഹുവിന്റെ വാക്ക് നോക്കൂ നിങ്ങൾ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അള്ളാഹു അത് അറിയിച്ചു. എന്നിട്ട് പറയുകയാണ്, പിശാചിനെ നിങ്ങൾ ശത്രുവായി തന്നെ സ്വീകരിക്കണം. അതിൽ നിങ്ങൾ അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചാൽ അള്ളാഹു പറയുന്നു, ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ. പിശാച് അവന്റെ കൂട്ടാളികളെ ക്ഷണിക്കുന്നത് കത്തിയെരിയുന്ന നരകാവകാശികളായി തീരുവാൻ വേണ്ടിയാണ്. പിശാച് മനുഷ്യനെ ഹറാമിലേക്ക്, തിന്മയിലേക്ക്, നിഷേധത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അവൻ കത്തിയെരിയുന്ന നരകത്തിലെത്തണം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന അൽ ഇസ്തിആദത്തിന്റെ തഫ്സീറിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്കുണ്ട്, വലാ യബ്തഗി ബിഗൈരി ഹലാകി ബിനി ആദം. ഈ വാക്ക് നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കണം. പിശാചിനെ സംബന്ധിച്ചിടത്തോളം വലാ യബ്തഗി ബിഗൈരി ഹലാകി ബിനി ആദം, ആദം സന്തതിയുടെ മനുഷ്യന്റെ നാശമല്ലാതെ പിശാച് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. പിശാചിന്, ശൈത്താനിന് ആത്യന്തികമായി ആവശ്യമുള്ളത് ആദമിന്റെ പുത്രനെ, മനുഷ്യനെ നശിപ്പിക്കുക എന്നതാണ്. അതിനവൻ ഏതറ്റം വരെയും പോകും. മനുഷ്യന്റെ നാശം മാത്രമേ അവന് കാണേണ്ടതുള്ളൂ. നമ്മുടെ ഉപ്പ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള ശത്രുതയും പകയും അസൂയയും ഒക്കെ അതിന് കാരണമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ശത്രുവിന്റെ കാര്യത്തിൽ നമ്മൾ ജാഗ്രത കൈക്കൊള്ളുക.
നമ്മൾ ആ ശത്രുവിനെ കാണുകയില്ല, എന്നാൽ ആ ശത്രു നമ്മെ കാണും. മനുഷ്യരിലെ ശത്രുക്കളോട്, നമ്മോട് മോശം പ്രവർത്തിക്കുന്ന ആളുകളോട് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിലും ഓർമ്മപ്പെടുത്തിയത് ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ എന്നാണ്. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നതാണ്. മനുഷ്യരിലെ ശത്രുക്കൾ, നമ്മോട് അതിക്രമം കാണിക്കുന്ന ആളുകൾ, അവർക്ക് നന്മ ചെയ്തു കൊടുത്താൽ ഒരുപക്ഷെ അവർ നമ്മോട് നല്ല രൂപത്തിൽ പെരുമാറാൻ അത് കാരണമാകും. ശത്രുതയിലുണ്ടായിരുന്ന ആളുകൾ പിന്നീട് മിത്രങ്ങളാവാൻ കാരണമാകും. തൊട്ടുടനെ അള്ളാഹു പറഞ്ഞു, വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്താനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ്. പിശാചിൽ നിന്ന് നിനക്ക് വല്ല ദുർബോധനവും ഉണ്ടായാൽ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക. മനുഷ്യരിലെ ശത്രുക്കളെ പോലെയല്ല, പിശാചിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹു അല്ലാതെ ഒരാളുമില്ല. കാരണം നമ്മെ കാണുന്ന, നാം കാണാത്ത ശത്രു ആണ് പിശാച്. ആ പിശാച് അല്ലാഹു തആലയോട് ഇബ്ലീസ് പറഞ്ഞ വാക്ക് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ ധിക്കാരപൂർണമായ വാക്ക് ഇപ്രകാരമാണ്. ഖാല, അവൻ പറഞ്ഞു, ഫബിമാ അഗ്വൈതനി. അവന്റെ ധിക്കാരപരമായ വാക്കാണിത്. അവൻ പറഞ്ഞു, അല്ലാഹുവേ, നീ എന്നെ വഴികേടിലാക്കിയതിനാൽ. നോക്കണം നിങ്ങൾ, അല്ലാഹുവിലേക്ക് അവൻ ചേർത്തി പറയുകയാണ്, റബ്ബേ, നീ എന്നെ വഴിതെറ്റിച്ചു. യഥാർത്ഥത്തിൽ അവനാണ് റബ്ബിനെ ധിക്കരിച്ചവൻ. എന്നിട്ട് അവൻ പറയുകയാണ്, ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം. അല്ലാഹുവേ, നീ എന്നെ പിഴപ്പിച്ചത്, വഴിതെറ്റിച്ചതിന്റെ കാരണത്താൽ നിന്റെ അടിമകളുടെ നേരായ ചൊവ്വായ വഴിക്ക് കുറുകെ ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അവരുടെ മുൻപിലൂടെ ഞാൻ ചെല്ലും, അവരുടെ പിന്നിലൂടെ ഞാൻ ചെല്ലും, വലതുഭാഗത്തുകൂടിയും ഇടതുഭാഗത്തുകൂടിയും ഞാൻ ചെല്ലും, എന്നിട്ട് അവരെ പിഴപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മനുഷ്യൻ ഏതൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും അതിന്റെ കുറുകെ പിശാചിരിക്കും വഴിതെറ്റിക്കാൻ. അല്ലാഹു തആല അറിയിക്കുകയാണ്, പിശാച് റബ്ബിനോട് പറഞ്ഞ വാക്കാണിത്. എല്ലാ വഴിയിലൂടെയും അവൻ ഒരു മനുഷ്യനെ നശിപ്പിക്കാനുള്ള പണിയെടുക്കും. അപ്പോൾ എത്ര ശ്രദ്ധിക്കണം. ഒരു വഴിയിൽ ഒരു ധിക്കാരിയായ മനുഷ്യരുണ്ട്, ഉപദ്രവകാരിയാണ് എന്നറിഞ്ഞാൽ ആ നാട്ടിലേക്ക് തന്നെ നമ്മൾ കടക്കുകയില്ല. കടക്കോ? ഇല്ല. വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അതുവഴി രക്ഷപ്പെടാൻ നോക്കും. പിശാച് നമ്മുടെ നരമ്പിലൂടെ സഞ്ചരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണ്. നമ്മുടെ കൂടെ തന്നെയുണ്ട്, നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. നമ്മൾ എത്ര ജാഗ്രതയിൽ ജീവിക്കണം. കാരണം തുടക്കം ചെറിയ ഹറാമോ തെറ്റോ ആയിരിക്കും. പിശാച് അതല്ല നമ്മിൽ നിന്നും ലക്ഷ്യം വെക്കുന്നത്. ചെറിയ ചെറിയ ഹറാമായ കാര്യങ്ങളല്ല പിശാചിന് നമ്മിൽ നിന്നും ആവശ്യം. ആത്യന്തികമായി നമ്മെ കുഫറിലേക്ക് എത്തിക്കാനാണ് പിശാച് എല്ലാ പണിയെടുക്കുക. പിശാചിന് വേണ്ടത് അതാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം സൂറത്തുൽ ഹശ്റിന്റെ തഫ്സീറിൽ പഴയ കാലത്ത് നടന്ന ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. വിശാലമായ ഒരു സംഭവമാണ്. അതിന്റെ ചുരുക്കം ഇപ്രകാരമാണ്. ഒരു മനുഷ്യൻ അല്ലാഹു തആലയെ ഇബാദത്ത് ചെയ്തുകൊണ്ട് കാലങ്ങളോളം, 70ഓളം വർഷങ്ങൾ എന്ന് കാണാം, ഒരു തെറ്റുപോലും ചെയ്യാതെ ജീവിച്ച ഒരാളായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു സ്ത്രീയെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചികിത്സക്ക് കൊണ്ടുവന്ന ഒരു സ്ത്രീയോട് അദ്ദേഹത്തിന് ഒരു അടുപ്പം, ഇഷ്ടം തോന്നി. സഹോദരങ്ങളെ, പിശാച് മനുഷ്യനിൽ നിന്നും ആഗ്രഹിക്കുന്നത് ആദമിന്റെ പുത്രൻ മനുഷ്യൻ നശിക്കണം എന്നതാണ്. അല്ലാഹു തആല സൂറത്തുൽ ഹശ്റിന്റെ 16ാമത്തെ ആയത്തിൽ നമ്മെ അറിയിച്ചു, കമസലി ശൈത്താനി ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ. പിശാചിന്റെ ശൈത്താന്റെ ഉദാഹരണം പോലെ, ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ, അവൻ മനുഷ്യനോട് പറഞ്ഞു അല്ലാഹുവിനെ നിഷേധിക്കുക, കുഫർ ചെയ്യുക. ഫലമ്മാ കഫറ, അവന്റെ വാക്ക് കേട്ട് അല്ലാഹുവിനെ നിഷേധിച്ചപ്പോൾ, മനുഷ്യൻ അവന്റെ വാക്ക് കേട്ട്
അള്ളാഹുവിനെ നിഷേധിച്ചപ്പോൾ ഖാല അവൻ പറഞ്ഞു ഇന്നി ബരീഉം മിൻക ഞാനിതാ നിന്നിൽ നിന്നും ഒഴിവാകുന്നു, നീയും ഞാനുമായി യാതൊരു ബന്ധവുമില്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ ശിക്ഷ നേരിട്ട് കാണുമ്പോൾ അവൻ പറയുകയാണ് ഞാൻ സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. പിശാച് കുഫ്ർ ചെയ്യിപ്പിക്കും, എന്നിട്ട് അവൻ ഓടി രക്ഷപ്പെടുമെന്നാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം നമുക്ക് കാണാം. പഴയകാലത്ത് 70ഓളം വർഷങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ച ഒരു മനുഷ്യൻ, അയാളുടെ അടുക്കലേക്ക് ആളുകൾ മന്ത്രിക്കാൻ വരാറുണ്ടായിരുന്നു. വല്ല പ്രയാസവും ഉണ്ടെങ്കിൽ അയാൾ മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു. അങ്ങനെ 4-5 സഹോദരങ്ങളുള്ള ഒരു സ്ത്രീയെ ഇയാളുടെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ അവിടെ ഇയാളുടെ തൊട്ടടുത്ത് നിർത്തി അവർ തിരിച്ചുപോയി. ആദ്യം ഇയാൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ 2 വശത്തായി കഴിഞ്ഞുവെങ്കിലും ഇയാൾക്ക് ആ സ്ത്രീയോട് ഇഷ്ടം തോന്നി, മോഹം തോന്നി. അങ്ങനെ അവർ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ആ സ്ത്രീ ഗർഭിണിയായി. അപ്പോൾ അതാ പിശാച് വരുന്നു, എന്നിട്ട് പറയുന്നു ഒരു കാര്യം ചെയ്തേക്ക്, അവളെ കൊന്നേക്ക്. അങ്ങനെ ഇയാൾ അത് ചെയ്തു. ഒരു സ്ഥലത്ത് മറമാടുകയും ചെയ്തു. പിശാച് ഈ സ്ത്രീയുടെ സഹോദരങ്ങൾക്ക് രാത്രിയിൽ ചെന്ന് ഈ കാഴ്ചകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ സംഭവങ്ങളുണ്ട്, നിങ്ങളുടെ സഹോദരി കൊല്ലപ്പെട്ടിരിക്കുന്നു, ഇന്ന സ്ഥലത്ത് മറവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, ഇയാളാണ് അതിൻ്റെ ആൾ. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി, ഞാൻ ഇങ്ങനെ കണ്ടു. എല്ലാവരും പറഞ്ഞു ശരിയാണ്, ഞങ്ങളും കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ സ്ഥലത്തേക്ക് ചെന്നു. പോയപ്പോൾ അവർ കണ്ടതുപോലെ തന്നെ അവിടെ മൃതദേഹം കാണുകയുണ്ടായി. അങ്ങനെ തിരിച്ചു വന്നു. ഇയാളുടെ ഇബാദത്തുകൾ നിർവഹിക്കാൻ പഴയകാലത്ത് സൗമഅത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അത് ഈ ആളുകൾ അടിച്ച് തകർക്കുകയും ഇയാളെ ഭരണാധികാരിക്ക് മുന്നിൽ കൊണ്ടുപോവുകയും തൂക്കിലേറ്റാൻ വിധിക്കുകയും ചെയ്തു. തുടങ്ങിയത് എവിടുന്നാണ്? ഒരു സ്നേഹം, ഒരു അവിഹിത ബന്ധത്തിൽ നിന്നാണ് തുടക്കം. അത് പിന്നീട് കൊലപാതകത്തിലേക്കെത്തി. എത്ര കൊലപാതകം? 2. ആ സ്ത്രീയും വയറ്റിലുള്ള കുട്ടിയും. അങ്ങനെ തൂക്കിലേറ്റാൻ വിധിച്ചപ്പോൾ പിശാച് ഇയാളെടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ നിന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചത് ഞാനാണ്, നിനക്ക് രക്ഷപ്പെടണോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു അതെ, രക്ഷപ്പെടണം. രക്ഷപ്പെടാൻ ഒരു കാര്യം ചെയ്താൽ മതി, നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം, എനിക്കൊരു സുജൂദ് ചെയ്യണം. പിശാചിന്റെ ഈ വാക്ക് അയാൾ അനുസരിച്ചു. അയാൾ സുജൂദ് ചെയ്തു. അതിനുശേഷം അയാൾ തൂക്കിലേറ്റപ്പെടുകയും ചെയ്തു. എവിടെയാണ് എത്തിയത്? തുടങ്ങിയത് ഒരു പ്രേമത്തിൽ നിന്നാണ്, എത്തിയതോ കുഫറിലേക്ക്. സമാനമായ എത്ര സംഭവങ്ങളുണ്ട്. മുസ്ലിം ഉമ്മത്തിലെ എത്രയെത്ര പെണ്ണുങ്ങളാണ് ഇതുപോലെ ഒരു സ്നേഹത്തിൽ നിന്നാണ് തുടങ്ങിയത്. അതിനവർ പൊലിപ്പിച്ചു, പാട്ടുപാടി വർണ്ണിച്ചു. അവസാനത്തേത് എവിടത്തേക്കാണ്? തട്ടമുട്ട് നടന്നിരുന്ന 5 നേരം നിസ്കരിച്ചിരുന്ന സഹോദരിമാർ പിന്നീട് പൊട്ടുതൊട്ട് നടക്കുന്നു. അവസാനം കുഫറിലേക്ക് എത്തിപ്പെടുകയും അങ്ങനെ കാഫിറത്തായി മരിക്കുകയും ചെയ്യുന്നു. ഇത് പഴയകാലത്ത് നടന്ന ഒരു സംഭവമായി തഫ്സീറിൽ നമുക്ക് കാണാം. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, പിശാച് ഒരു മനുഷ്യനിൽ നിന്നും ലക്ഷ്യം വെക്കുന്നത് ചെറിയ ഒരു തിന്മയല്ല. അതുകൊണ്ട് നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടണം. ഒരു ചെറിയ തെറ്റിനോട് നമുക്ക് ചായ്വ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ അതിൽ നിർത്തിക്കാൻ പിശാച് ഒരിക്കലും തയ്യാറാവുകയില്ല. മറിച്ച് അതിന്റെ അപ്പുറത്തേക്ക് അവസാനം കുഫറിലേക്ക് പിശാച് എത്തിക്കും. അതാണ് ചരിത്രത്തിലും വർത്തമാനകാലത്തും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. തുടക്കം നിസ്കാരം ഒഴിവാക്കലായിരിക്കും, ദീനിലെ എന്തെങ്കിലും കാര്യത്തിൽ സംശയം ജനിപ്പിക്കലായിരിക്കും, പിന്നീട് അവസാനം എത്തുക നിരീശ്വരവാദത്തിലേക്കാണ്, പച്ച കുഫറിലേക്ക് പിന്നീടെത്തും. ഇസ്ലാമിനെ പരിഹസിക്കുന്ന കടുത്ത ശത്രുതയിലേക്ക് പിന്നീട് എത്തിച്ചേരും. തുടക്കം എവിടുന്നായിരിക്കും? ചെറിയൊരു കാര്യത്തിൽ നിന്നായിരിക്കും. അതുകൊണ്ട് നമ്മൾ കാണാത്ത, നമ്മെ കാണുന്ന, നമ്മുടെ നാശം മാത്രം ആഗ്രഹിക്കുന്ന ആ കടുത്ത ശത്രുവിനെ നമ്മൾ കരുതിയിരിക്കുക എന്നത് അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ അത് സഹായിക്കും. 9ാമത്തെ കാര്യം സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ, സത്യപാതയിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ് ഇഹലോകം, ദുനിയാവിലെ ഈ ഐഹിക ജീവിതം എന്നത്
നശിച്ചു പോവാനുള്ളതാണ്. പരലോകമാണ് യഥാർത്ഥ ശാശ്വത ഭവനം എന്നത് നമ്മൾ ഓർമ്മിച്ചിരിക്കുക. അതിൽ ദൃഢവിശ്വാസമുള്ള ആളുകളായിരിക്കുക. മരിക്കും, മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടതുണ്ട്, റബ്ബ് വിചാരണ ചെയ്യും. നന്മയാണെങ്കിൽ സ്വർഗം, തിന്മയാണെങ്കിൽ നരകം. ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ച് അള്ളാഹു സ്വർഗവും നരകവും നൽകും എന്നിങ്ങനെയുള്ള കാര്യം സദാസമയം നമ്മൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക. ദുനിയാവ് നശ്വരമാണ് എന്ന ചിന്ത അള്ളാഹുവിന്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തും. കാരണം ദുനിയാവ് തീർന്നു പോവാനുള്ളത് എന്ന് പറയുമ്പോൾ, ദുനിയാവ് തീർന്നു പോവാനുള്ളതാണ് എന്ന് പറയുമ്പോൾ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് എന്താണ്? ആഖിറത്താണ്, പരലോകമാണ്. ആ പരലോകത്തിനു വേണ്ടി പണിയെടുക്കാൻ നമ്മെ അത് പ്രേരിപ്പിക്കും, നമ്മെ അത് സഹായിക്കും. അപ്പോഴാണ് അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുക. ദുനിയാവാണ് എല്ലാം എന്ന് നമ്മൾ കരുതിയാൽ പിന്നെ ആഖിറം മറന്നുപോകും. ആഖിറം മറന്നുപോയാൽ അതോടുകൂടി നമ്മുടെ നാശത്തിന്റെ തുടക്കവുമായി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു പറഞ്ഞതുപോലെ പരലോകത്തിനു വേണ്ടി പണിയെടുക്കുക. എന്നാൽ വലാ തൻസ നസീബക മിന ദുനിയ, ദുനിയാവിലെ നിന്റെ ഓഹരി നീ മറന്നു പോകരുത്. ദുനിയാവിൽ നിന്റെ ഉപജീവനം, നിന്റെ പാർപ്പിടം, നിന്റെ കുടുംബം, നിന്റെ കാര്യങ്ങൾ, അതൊന്നും വിസ്മരിച്ചു പോകരുത്, മറന്നു പോകരുത്. അതിന്റെ തോതിൽ ദുനിയാവാണ് എന്ന നിലക്ക് അത് ഉണ്ടായിരിക്കണം. ദുനിയാവിലെ ജോലിയും കൂലിയും ഒക്കെ വേണം. ആഖിറമാണ്, പരലോകമാണ് എന്ന് പറഞ്ഞ് പണിക്കും പോവാതെ ഒരു മൂലക്ക് കൂടിയിരിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല. കാരണം ദുനിയാവിലെ നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ് നമ്മുടെ ജോലിയും കൂലിയും. സമ്പത്ത് എന്നത് അള്ളാഹു അറിയിച്ചതാണ്, നമ്മുടെ നിലനിൽപ്പാണത്. പക്ഷേ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് എത്തരുത്. പറയാൻ എളുപ്പമാണ്, ദുനിയാവ് ഹൃദയത്തിലേക്ക് ഇറങ്ങരുതെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും കൽബിന്റെ അകത്തളങ്ങളിലാണ് ദുനിയാവ്. ദുനിയാവിന്റെ പളവളപ്പ് നമ്മുടെ കൽബിന്റെ അകത്താണ്. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങരുത്. എന്നാൽ ദുനിയാവിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ സജ്ജമാക്കണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മുടെ മക്കൾ നാലാളോട് ചോദിക്കുന്ന അവസ്ഥ എത്തരുത്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഒക്കെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. പക്ഷേ പരലോകമാണ് ശാശ്വത ഭവനം എന്നത് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുക. അതാണ് ഒരു മുഅ്മിനിന്റെ വിജയം. ദുനിയാവ് മറന്നു പോവാതെ, ഒന്നുമില്ല, ജോലിയില്ല, കൂലിയില്ല, ഭാര്യയില്ല, മക്കളുമില്ല, ഇങ്ങനെ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കാൻ ദീനിൽ അനുവാദമില്ല. അത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. ദുനിയാവ് നശ്വരമാണ്. ദുനിയാവിന് വേണ്ട വില കൊടുക്കുക. ദുനിയാവ് എന്ന പേര് തന്നെ താഴ്ന്നതാണ് എന്ന അറബി വാക്കിൽ നിന്ന് വന്നതാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ വില കുറഞ്ഞത് എന്നാണ് അർത്ഥം. അതിന്റെ വില മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ആഖിറത്തിന് വില കൊടുക്കുക. അള്ളാഹു അറിയിച്ചതുപോലെ ആഖിറത്താണ് എന്നെന്നും നിലനിൽക്കുന്ന ഭവനം. അവിടത്തേക്ക് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നവരാവുക. എങ്കിൽ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും. കാരണം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്ക് കാണാം. ഇർതഹലത്തി ദുനിയ മുദ്ബിറതൻ വർതഹലത്തിൽ ആഖിറതു മുഖ്ബിലതൻ വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയ. ദുനിയാവ് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അഥവാ നമ്മുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കഴിയുമ്പോൾ നമ്മുടെ ആയുസ്സാണ് ഈ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദുനിയാവ് പിന്നോട്ട് പോകുമ്പോൾ ആഖിറത്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പരലോകത്തേക്കുള്ള നമ്മുടെ യാത്രയുടെ ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ദിവസം കഴിഞ്ഞാൽ മരണത്തിലേക്കുള്ള, ആഖിറത്തിലേക്കുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ദൂരം കുറഞ്ഞിരിക്കുന്നു. ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിനും ആഖിറത്തിനും സന്താനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ദുനിയാവിനു വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ട്, ആഖിറം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്നവരുമുണ്ട്. ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാവുക, അഥവാ പരലോകത്തിനു വേണ്ടി ജീവിക്കുന്നവരാവുക. വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ മക്കളാവരുത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫഇന്നൽ യൗമ അമലുൻ
വലാ ഹിസാബ്. അതാണ് നമ്മൾ അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്. ഇന്നേ ദിവസം അമലുണ്ട്, പ്രവർത്തിക്കാം, എത്രയും പ്രവർത്തിക്കാം. ഒരു ചെറിയ നന്മ പോലും പാഴാക്കി കളയാതെ പ്രവർത്തിക്കാൻ ഇന്ന് അവസരമുണ്ട്. ഇന്ന് എന്ന് പറഞ്ഞാൽ ആയുസ് ബാക്കിയുള്ള കാലത്തോളം ഇന്ന് പ്രവർത്തിക്കാം. ആയുസ് ബാക്കിയുള്ള കാലത്തോളം വലാ ഹിസാബ്. ഇന്ന് വിചാരണയില്ല. ഇന്ന് അള്ളാഹു നമ്മെ വിചാരണ ചെയ്യുന്നില്ല. ഇന്ന് പ്രവർത്തിക്കാൻ നമ്മെ വിട്ടേക്കുകയാണ്. വഗദൻ എന്നാൽ നാളെ. നാളെ എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ ഇപ്പോളാവാം. നാളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസം നിലക്കുന്ന അന്ന്. നമ്മൾ മരിച്ചാൽ നമ്മുടെ നാളെ ആരംഭിച്ചു. നാളെ ഹിസാബുൻ വല അമൽ, വിചാരണ മാത്രമാണ്. വല അമൽ, പ്രവർത്തിക്കാനുള്ള അവസരമില്ല. അതുകൊണ്ട് ഇന്ന് ദുനിയാവിന് വേണ്ടി പണിയെടുക്കുന്നതിന് പകരം ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുക, പരിശ്രമിക്കുക. അത് അള്ളാഹുവിന്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തും. 9ാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മൾ നമ്മെ ആത്മപരിശോധന നടത്തുക, വീണ്ടും വിചാരം നടത്തുക. നമ്മൾ പരിശോധിക്കുക, എന്താണ് നാളെ റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്റെ കൈകളിലുള്ളത്. ഉറപ്പോടുകൂടി പറയാൻ എനിക്ക് എത്ര ഇബാദത്തുകളുണ്ട്, എന്റെ ഏടുകളിൽ എത്ര സൽക്കർമ്മങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തത്തെ വിചാരണ ചെയ്യുക. അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മൾ നമ്മെക്കുറിച്ച് വീണ്ടും വിചാരണ നടത്തിയാൽ ന്യൂനതകളും കുറവുകളുമല്ലാതെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ആർക്കാണ് ഉറപ്പോടുകൂടി എഴുന്നേറ്റ് നിന്ന് പറയാൻ സാധിക്കുക, എന്റെ ഇബാദത്തുകൾ അല്ലാഹുദാ സ്വീകരിച്ചിട്ടുണ്ട്, ഞാൻ സ്വർഗത്തിലാണ് എന്ന് ഉറപ്പോടുകൂടി നമ്മിൽ ആർക്ക് പറയാൻ സാധിക്കും? സഹാബത്തിൽ അള്ളാഹുവിനെ ഏറ്റവും നന്നായി സൂക്ഷിച്ച് ജീവിച്ച ആളുകളാണവർ. അവരിൽ പ്രമുഖരായ പലരുടെയും വാക്ക് നമുക്ക് ഇപ്രകാരം കാണാം: അള്ളാഹു എങ്ങാനും എന്നിൽ നിന്ന് ഒരു സുജൂദ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന വിവരം എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ മരണം ആഗ്രഹിക്കുമായിരുന്നു. ഒരൊറ്റ സുജൂദ് അള്ളാഹു എന്നിൽ നിന്നും സ്വീകരിച്ചു എന്ന വിവരം എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ മരണം ആഗ്രഹിക്കുമായിരുന്നു. മരിച്ചാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. ഒരൊറ്റ സുജൂദ്. ആരാണ് ഈ പറയുന്നത്? സഹാബത്തൻ, അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരുടെ വാക്കുകളാണിത്. നമ്മളൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരം അവിടെ എത്തി, നമുക്ക് ഉറപ്പ് കിട്ടി എന്ന ധാരണയിലാണ് നമ്മൾ ഇറങ്ങിപ്പോവാറുള്ളത്. നമ്മുടെ സൽക്കർമ്മങ്ങളെക്കുറിച്ച് സഹോദരങ്ങളെ നമ്മൾ പുനഃപരിശോധിക്കാറുണ്ടോ? നമ്മുടെ ഖൽബിനെ, നമ്മുടെ നഫ്സിനെ നമ്മൾ വീണ്ടും വിചാരം നടത്താറുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ വീണ്ടും വിചാരം നടത്തിയാൽ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മൾ അടിമകളാണ്, ദുർബലന്മാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്താണ് നമ്മൾ പകരം ചെയ്തിട്ടുള്ളത്? എന്താണ് റബ്ബിനോട് നാളെ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പറയാനുള്ളത് എന്ന കുറവുകൾ നമുക്കെപ്പോഴും ഉണ്ടാകും. കുറവുകൾ ഉൾക്കൊണ്ടാൽ, ആ കുറവുകളെക്കുറിച്ച് ചിന്തിച്ചാൽ നന്നാവാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനുകളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, ഓരോരുത്തരും നാളേക്ക് വേണ്ടി എന്താണ് താൻ സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ളത് എന്ന് ചിന്തിച്ചു കൊള്ളട്ടെ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. 2 തവണ അപ്പുറത്തും ഇപ്പുറത്തും അള്ളാഹു തഖ്വ പറഞ്ഞു. ഇടയിലാണ് നാളേക്ക് വേണ്ടി എന്താണ് കൈകളിലുള്ളത് എന്ന് ചിന്തിക്കാൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക, നമ്മുടെ കയ്യിൽ എന്തുണ്ട്? അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ പറയാൻ, ഉറപ്പോടുകൂടി പറയാൻ എന്തുണ്ട്? അതുകൊണ്ട് പ്രതീക്ഷയോടെ, ഭയത്തോടെ ഇബാദത്തുകളിൽ മുഴുകുക. അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ സജീവമാവുക. റബ്ബിന്റെ ദീൻ മുറുകെ പിടിച്ചതിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ഈ ചിന്ത നമ്മെ സഹായിക്കും. സലഫുകൾ, മുൻഗാമികൾ, അവർ അവരുടെ നഫ്സിനെ, മനസ്സിനെ വിചാരണ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ന്യൂനതകൾ പെട്ടെന്ന് കിട്ടാറുണ്ടായിരുന്നു. ഒരു പ്രയാസം, ഒരു മുസീബത്ത് ബാധിച്ചപ്പോൾ മുൻഗാമികളിൽ ഒരാൾ പറഞ്ഞതായി കാണാം, 40 വർഷങ്ങളായി ഞാൻ കാത്തുനിന്ന ഒരു തെറ്റിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ കിട്ടിയത് എന്ന്. 40 വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുന്നു,
ഞാൻ അന്ന് ചെയ്ത ആ തെറ്റിന്റെ ശിക്ഷ എപ്പോഴാണ് വരിക എന്നത് അതിതാ വന്നിരിക്കുന്നു എന്ന് ചില മുൻഗാമികൾ പറഞ്ഞതായി കാണാം. അവരുടെ തെറ്റുകളും അവരുടെ പ്രവർത്തനങ്ങളും അവർ നിരന്തരം തൂക്കി നോക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വേഗം മനസ്സിലായത്. അതുപോലെ തന്നെ ഭാര്യയിലും മക്കളിലും വാഹനത്തിലുമൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ പ്രശ്നങ്ങൾ കാണുമ്പോൾ അവർ പറയാറുണ്ടായിരുന്നു, ഇത് എന്റെ തെറ്റുകൾ കാരണത്താലാണ്. അവർ വീണ്ടും വിചാരം നടത്താറുണ്ടായിരുന്നു നമ്മുടെ നല്ലവരായ മുൻഗാമികൾ. 10ാമത്തെ കാര്യം അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദർസിൽ നമ്മൾ ആദ്യം സൂചിപ്പിച്ച കാര്യമാണ്, നമ്മുടെ മനസ്സിന് ശരീരങ്ങൾക്ക് രോഗം ബാധിക്കുന്നത് പോലെ രോഗം ബാധിക്കാറുണ്ട്. അള്ളാഹുവിന്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന കാര്യമാണ് നമ്മുടെ മനസ്സിനെ ചികിത്സിക്കുക. ശരീരത്തിനെ ചികിത്സിക്കുന്നതിനേക്കാൾ നമ്മൾ നമ്മുടെ മനസ്സിനെ ചികിത്സിക്കുക. കാരണം ഏത് രോഗവും ഏത് കേടും ശരീരത്തിന് പിടിക്കുന്നതിനേക്കാൾ ആദ്യം ഖൽബിനാണ്, മനസ്സിനാണ് പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, അറിയണം ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, ഇദാ സലഹത്, അത് നന്നായാൽ സലഹൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും നന്നായി. വ ഇദാ ഫസദത്, അതെങ്ങാനും കേടുവന്നാൽ മോശമായി പോയാൽ ഫസദൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും നശിച്ചുപോയി. അല, അറിയുക, വഹിയൽ ഖൽബ്, അതാണ് ഹൃദയം. ഹൃദയത്തിലാണ് എല്ലാ രോഗവും ആദ്യം വന്നു പിടിക്കുക. അതുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും അള്ളാഹുവിന്റെ ദീനിൽ നിന്നും തെറ്റിക്കാൻ കാരണമാകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മുടെ ഖൽബിനെ മുക്തമാക്കണം. നമ്മുടെ ഹൃദയത്തിന് അത്തരം രോഗം ബാധിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിൽ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും. മേൽ പറഞ്ഞതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. നമ്മുടെ ഖൽബ് നന്നാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ ദർസിൽ പറഞ്ഞതുപോലെ ശുബ്ഹത്തും ശഹ്വത്തും, ദീനിലെ അവ്യക്തതകൾ, പഠിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ, അത് നമ്മെ നശിപ്പിക്കും. അത് ഹൃദയത്തിന് ബാധിക്കുന്ന രോഗമാണ്. അതുപോലെ തന്നെ ഹറാമിലേക്ക് ഹൃദയം ചാഞ്ഞുപോകും. ശഹ്വത്ത് എന്നതിന് പറയും ദേഹേച്ഛകൾ, തന്നിഷ്ടങ്ങൾ, അതിന് കീഴ്പ്പെട്ടുകൊണ്ട് നശിച്ചു പോകുന്ന ആളുകളുണ്ട്. 2 രൂപത്തിൽ പ്രധാനപ്പെട്ട ഗുരുതരമായ 2 രോഗങ്ങളാണിവ. ഈ 2 രോഗങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെയുള്ള എന്തൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മുടെ ഖൽബിനെ നമ്മൾ മുക്തമാക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ദുആ ചെയ്ത് നമ്മൾ നേടിയെടുക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുദീർഘമായ ഒരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, വഅസ്അലുക ഖൽബൻ സലീമൻ, അള്ളാഹുവേ കുറ്റമറ്റ ഹൃദയം ഞാൻ നിന്നോട് ചോദിക്കുന്നു. കുറ്റമറ്റ ഹൃദയം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഖൽബുൻ സലീമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, അള്ളാഹുവിന്റെ മുന്നിൽ കുറ്റമറ്റ ഹൃദയവുമായി വരുന്നവരല്ലാതെ അവർക്കാണെന്ന് രക്ഷയുണ്ടാവുക. ആ കുറ്റമറ്റ ഹൃദയമെന്ന് പറഞ്ഞാൽ ശിർക്കും കുഫറും നിഫാഖും അസൂയയും പകയും വിദ്വേഷവും എന്തൊക്കെ മോശമായ രോഗങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ സ്വഭാവ ഗുണങ്ങളുണ്ടോ ഒക്കെ അതിൽപ്പെട്ടു. അതിൽ നിന്നെല്ലാം എന്റെ ഖൽബിനെ നീ മുക്തമാക്കണേ എന്ന് അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. 10 കാര്യങ്ങളാണ് സഹോദരങ്ങളെ സൂചിപ്പിച്ചത്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തെറ്റിപ്പോവാതെ മരണം വരെ ഈ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണിവ. അള്ളാഹു റബ്ബുൽ ആലമീൻ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഇതനുസരിച്ച് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ സഹായിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹു ഇസ്ലാമിലായിക്കൊണ്ട് മുസ്ലിമീങ്ങളായിക്കൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമീങ്ങളാക്കി അള്ളാഹു നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ വഴികേടുകളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിലെ രോഗികൾക്ക് ശിഫാ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ്
وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.